ഗെയ്സ്, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ചെറിയ ടോപ്പിക് ഷെയർ ചെയ്യണം കേട്ടോ. ആ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അത് യാത്രകൾ. അതാണ് ടോപ്പിക് വരുന്നത്. പക്ഷെ ഇത് ഞാൻ പറയാനായിട്ടൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാകുമ്പോൾ നമ്മൾ ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ പെട്ടും അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതായത് നമ്മളിപ്പോൾ ജോലിയാണ് ജോലിയിലാണെങ്കിൽ ഒത്തിരി ടെൻഷൻസ് ഉണ്ട്, ഒത്തിരി ആൾക്കാർക്കുണ്ട്, ഒത്തിരി ടെൻഷൻസ് ഉണ്ട്, ഒത്തിരി ഭാരമുണ്ട്, അതേപോലെ എല്ലാം ഉണ്ട്. നല്ല പ്രഷർ ഉണ്ടല്ലോ ജോലിക്ക്. അതുപോലെ തന്നെ അത് വീട്ടമ്മമാരായാലും ആർക്കാണെങ്കിലും തന്നെ നല്ലതുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് യാത്രകൾ തന്നെയാണ് കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ട്രാവൽ ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ട്രാവൽ ചെയ്യാനായിട്ട് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒത്തിരി ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ പോകാന്നുള്ളതല്ല. കാരണം ദൂരോട്ട് പോകേണ്ട ആവശ്യമില്ല ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഈ പരിസരത്ത്, അതായത് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെയാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതിപ്പോ വേറെ ഒന്നുമില്ല, ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് പറഞ്ഞാൽ ഒരു പാർക്കോ ബീച്ചോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അവിടെയൊക്കെ പോയിട്ടാണ് നിങ്ങളൊന്ന് ഇരിക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് സത്യം പറഞ്ഞാൽ റിലാക്സ് ആവും. അതിപ്പോ എന്താ, ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട് പോവാം, ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോവാം. നമ്മുടെ ഉദ്ദേശമാണെങ്കിൽ നമ്മൾ ഒരു ചില്ല് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അത് മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് അതേപോലെ പ്രഷർ എടുത്ത് നല്ല തലവേദനയൊക്കെ എടുത്തായിരിക്കും സത്യം പറഞ്ഞാൽ വീട്ടിൽ വരുന്ന ഒരു സമയമാണ്. അപ്പൊ അതിൻ്റെ അകത്തെല്ലാം ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഒരു ശകലം ഒത്തിരി ടൈമും വേണ്ട, ഒരു 10-20 മിനിറ്റ് ഒക്കെ ആണെങ്കിലും ധാരാളമാണ്. ആ ടൈമിലൊക്കെയാണ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു റിലാക്സിങ് പോലത്തെ തന്നെ ഒരു നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞതിന്റെ പേര് ചുമ്മാ ഒരു പേരിന് പോയി റിലാക്സ് ചെയ്യുന്നുള്ള പേര് അവിടെ പോയി ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അവിടെ തന്നെ ആവണം. ഇപ്പൊ നമ്മൾ ഏത് പ്ലേസിലാണോ പോയിരിക്കുന്നത് ആ പ്ലേസിലാവണം. ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയോടാവട്ടെ, അത് സംസാരിക്കുമ്പോൾ നമ്മൾ അത് ഫീൽ ചെയ്ത് അവരോടാണെങ്കിൽ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ചയെങ്കിലും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ആ ഡേ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ, നല്ല ഫുള്ള് റീഫ്രഷ് ആയിരിക്കും, സമാധാനം എല്ലാം ആയിരിക്കും. അതേപോലെ ഇടയ്ക്കാണെങ്കിൽ ചുമ്മാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുമ്പോഴോ വൈകിട്ട് ഒരു ഫ്രണ്ട്സിന്റെ ഒപ്പം ആണെങ്കിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങുമോ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അതൊക്കെ നല്ലൊരു കാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറിയൊരു മോട്ടിവേഷന്റെ രീതിയാണ്, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഈ ടെൻഷൻസ് എല്ലാം തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യം ഒരു വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് ആ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാനോ ആ വ്യക്തിക്ക് എന്താ പ്രശ്നം അങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം കാരണം കൂടുതൽ നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ കൂടുതൽ വർക്ക് പ്രഷറുണ്ട്. അത് പലയിടത്തും പല രീതിയിലാണ്. ഇപ്പം ചില സ്ഥലത്താണെങ്കിൽ ഭയങ്കര പ്രഷറായിരിക്കും, ഭയങ്കര എന്ന് പറഞ്ഞാൽ തലവേദന പിടിച്ചുള്ള ജോലിയും അങ്ങനെയെല്ലാം ആവാം. എന്നാൽ അതിന്റെ മറുവശം നോക്കുകയാണെങ്കിൽ ചിലയിടത്താണെങ്കിൽ നല്ല കൂളായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്, ഒരു പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അതാണ് പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമേ അറിയാൻ പറ്റുള്ളൂ, വേറെ ആർക്കെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പ്രഷർ എടുത്ത് നമ്മൾ ജോലി ചെയ്യുന്നു എല്ലാം ഉണ്ട്. അപ്പൊ ഇടയ്ക്കൊരു കുറച്ചെങ്കിലും റിലാക്സ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതല്ലേ. അത് നിങ്ങൾ തന്നെ ഒന്ന് ന്യായമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവനും കുറച്ച് ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവണം. അതാരാണേലും ആവണം. ആ റിലാക്സ് ആയാൽ മാത്രമേ അവനാണേലും ഇപ്പം എന്തോരം പഠിക്കുന്ന ആൾക്കാരാണേലും നടക്കുകയുള്ളൂ. അത് 24 മണിക്കൂറും പഠിത്തം അല്ലെ ജോലി അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മെന്റൽ ഹെൽത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ബാഡായിട്ട് അവരെ ബാധിക്കത്തുള്ളൂ. കാരണം ഇത് അവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്നാണെങ്കിൽ ഒരു റെസ്റ്റ് ഇല്ല. അതിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചോ, ഫോൺ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും, ഒരു അഡിക്റ്റ് പോലെ ആയെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ടാവും. കാരണം അതിൻ്റെ അകത്താണെങ്കിൽ റിലാക്സിങ് ഇല്ല, ഒന്നുമില്ല, കണ്ണിന് പോലും റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്യുവാണ്. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു, റീൽസും എല്ലാം കണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, കണ്ണിനെല്ലാം റെസ്റ്റും ഇല്ല, അങ്ങനെയല്ലേ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നല്ല ഒരു ചേഞ്ച് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അത് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ ഉറപ്പ് പറയുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. വേറെ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ദൂരെ പോകണമെന്നൊന്നുമില്ല, ഒത്തിരി ദൂരെ മറ്റേ എക്സ്പെൻസ് മുടക്കി അങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ അല്ലെ ഒന്നും വേണ്ട, ചുമ്മാ ജസ്റ്റ് ഒന്നാണെങ്കിൽ ഒരു വാക്കിന് പോവുക, ഇറങ്ങി നടക്കുക, ഒന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഒന്ന് നടക്കുവാണെങ്കിൽ തന്നെ മതി. എല്ലാം നീറ്റായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയൊരു ഉപദേശം പോലെയാണ്, ഒന്ന് ചെയ്ത് നോക്കുക.